ഹായ് ഓൾ, നമ്മളെ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ കണ്ടവർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ പറഞ്ഞു ലെവലുണ്ടായിരുന്നു 25,250 അല്ലേ. ആ 25,250 തൊട്ട് താഴത്താണ് മാർക്കറ്റ് ഓപ്പൺ ആക്കിയത്. അതിനുശേഷം നന്നായി താഴത്തേക്ക് വന്നു. നമ്മൾ ലെവലുകൾ എങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ പറഞ്ഞാൽ അതിന് താഴത്താണ് മാർക്കറ്റ് ഉള്ളതെങ്കിൽ നമുക്കതൊരു റെസിസ്റ്റൻസ് ലെവലിനെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ ഇന്നലത്തെ വ്യൂ എന്ന് വെച്ചാൽ സൈഡ് വേസ് വ്യൂ ആയിരുന്നു. ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ സൈഡ് വേസ് വ്യൂ ആയതുകൊണ്ട് ഞാൻ ഓപ്ഷൻ ബൈ ചെയ്യാൻ നിന്നില്ല, കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുക ചെയ്തത്. ആ 25,250 ഒരു നമ്മളെ ഒരു സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചുകൊണ്ട് ഞാൻ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് നന്നായിട്ട് താഴത്തേക്ക് വന്നു. അത്ര വലിയൊരു ഫാള് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ചെറിയ സൈഡ് വേസ് മൂവ്മെൻറ്റാണ് പ്രതീക്ഷിച്ചത്. നന്നായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വന്നു. 25,150 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആടെ എത്തുമ്പോൾ തന്നെ അവിടെ നമുക്ക് സപ്പോർട്ട് ലെവൽ നമ്മൾ മുമ്പ് വരച്ചിരുന്നു. ആ സപ്പോർട്ട് എത്തുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ട്രേഡ് എക്സിറ്റ് ചെയ്തു. അതിനുശേഷം ഒരു മുകളിലേക്ക് റാലി ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ ട്രേഡൊന്നും എടുത്തില്ല. മുകളിലേക്ക് അത്യാവശ്യം കുറച്ച് മുകളിലേക്ക് വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് നന്നായിട്ട് ഡൗൺ സൈഡിലേക്ക് വന്നു. ആ ട്രേഡൊന്നും എനിക്ക് കിട്ടിയില്ല. കാപ്പാട് കിട്ടിയത് ആ ഫസ്റ്റ് ട്രേഡ് മാത്രമാണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് ട്രേഡിൽ തന്നെ ഞാൻ എക്സിറ്റ് ഇന്നത്തെ പരിപാടി നിർത്തിയിരുന്നു. പക്ഷേ നമ്മൾ ഗ്രൂപ്പിൽ പലരും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത കുറേ ആളുകളുണ്ട്, അവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയത്. കാരണം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം. നിങ്ങളെയും കൂടി വ്യൂ നോക്കിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഞാൻ ജസ്റ്റ് ലെവലുകൾ മാത്രമാണ് പറഞ്ഞു തരുന്നത്. അതായത് എൻ്റെ കാഴ്ചപ്പാടിൽ വരുന്ന കുറച്ച് ലെവലുകൾ, അതായത് 25,250 ഞാൻ ലെവൽ പറഞ്ഞു. അപ്പോൾ അതിന് താഴത്താണ് മാർക്കറ്റ് ഓപ്പൺ ആയതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് താഴത്തേക്ക് ട്രേഡ് എടുക്കാം. അത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നോ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യണോ അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. എടുക്കുന്ന സമയത്ത് എന്ത് നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എവിടെ എൻ്റർ ചെയ്യുന്നു, അപ്പോൾ എത്ര സ്റ്റോപ്പ് ലോസ് നോക്കുന്ന സ്റ്റോപ്പ് ലോസ് നമ്മൾ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ട്രെയിലിംഗ് എസ് എൽ വെച്ചിട്ട് നമുക്ക് നമ്മളെ പ്രോഫിറ്റിനെ റേഡ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. പിന്നീട് നാളത്തെ ലെവലുകൾ പറയുകയാണെങ്കിൽ നാളത്തെ പ്രധാനപ്പെട്ട രണ്ട് ലെവൽ വെച്ച് 25,150, 25,100 ആ ഒരു 50 റേഞ്ചിനുള്ളിലാണ്. അതിനുള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ സാധ്യത കുറവാണ്. അങ്ങനെ അതിനുള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് വെച്ചാൽ അങ്ങോട്ട് ഞാൻ ട്രേഡ് എടുക്കും. ഡൗൺ സൈഡ് ഒരു ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ 25,100 താഴത്താണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, ജസ്റ്റ് നന്ന താഴത്താണെങ്കിൽ ഒരു 50 പോയിൻ്റ് താഴെയാണെങ്കിൽ 25,100ലേക്ക് വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അത് വരുന്നുണ്ട് കഴിഞ്ഞ സിഗ്നൽ കാണിച്ചാൽ ക്യാൻഡിലൊക്കെ താഴേക്ക് ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിലോ ഡൗൺ സൈഡിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യും, 25,100 ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് ഞാനൊരു സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചുകൊണ്ട് താഴത്തേക്ക് ഒരു ട്രേഡ് എടുക്കും. അല്ല 25,150 മുകളിലാണ് ട്രേഡ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ 25,150 സപ്പോർട്ടാക്കി വെച്ചുകൊണ്ട് ഞാനൊരു മുകളിലേക്ക് ട്രേഡ് എടുക്കും. പക്ഷേ ഏകദേശം എൻ്റെ സ്റ്റോപ്പ് ലോസ് ആ സമയത്ത് 25,100 ആയിരിക്കും. 25,150 മുകളിൽ ഓപ്പൺ ആയാലും 25,100 ആയിരിക്കും. എൻ്റെ 100 താഴെ ആയിരിക്കും എൻ്റെ സ്റ്റോപ്പ് ലോസ്. കുറച്ച് വലിയൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാകുന്നതാണ്. അല്ല മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ് 25,000 ആ റേഞ്ചിലൊക്കെ മാർക്കറ്റ് ഓപ്പൺ ആക്കിയാൽ 25,950 വരെ മാർക്കറ്റ് ചിലപ്പോൾ പോകും. അതിനുശേഷം ആയിരിക്കും റാലി തരുന്നത്. അത് റാലി തന്നാലും 25,000 മുകളിൽ കയറ്റി സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ മാത്രമേ ഞാൻ അപ്സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നുള്ളൂ. അതായത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നതിന് ശേഷം 25,000 ഗ്യാപ്പ് ഓപ്പണിംഗ് തന്നതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വരും. ഒരു 24,950 വന്നതിന് ശേഷം തിരിച്ച് മുകളിലേക്ക് പോയിട്ട് 25,000 സസ്റ്റെയിൻ ചെയ്ത് നിന്നിട്ട് ഒന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതെന്ന് കൺഫേം ആയാൽ മാത്രമേ ഞാൻ മുകളിലേക്ക് ട്രേഡ് എടുക്കുന്നുള്ളൂ. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 25,250 ആ റേഞ്ചിൽ നിന്നൊക്കെ ഒരു ഡൗൺ സൈഡ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിൽ ഞാൻ 25,250 ഇന്നത്തെ പോലെ തന്നെ 25,250 ഒരു റെസിസ്റ്റൻസ് അതായത് ഒരു സ്റ്റോപ്പ് ലോസ് ആക്കി വെച്ചുകൊണ്ട് ഞാൻ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കും. പ്രധാനപ്പെട്ട ലെവലുകൾ പറയാവുന്ന കൂടി 25,250 തന്നെയാണ് ഒന്ന് മോൾ അപ്സൈഡിൽ കാണുന്നത്. പിന്നെ 25,150 മുതൽ 25,100 വരെ, പിന്നെ 25,000 ഒരു ലെവലുണ്ട്, പിന്നെ 25,950 ആ ഒരു റേഞ്ച് 25,950 മുതൽ 25,000 വരെയുള്ള ഒരു ലെവലും കൂടിയാണ്. അങ്ങനെ 3 ലെവലുകളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. മുകളിലത്തെ ലെവൽ 25,250 25,240 വരെ ഒരു 10 റേഞ്ചിൻ്റെ ഉള്ളിലൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ഇത്രയും ലെവലുകളാണ് കാര്യമായിട്ട് നാളത്തേക്കുള്ളത്. അപ്പോൾ നാളെ കാണാം.